നമസ്കാരം സുഹൃത്തുക്കളെ, വരൂ വരൂ, കടന്നു വരൂ. നമുക്ക് കുറച്ച് ജോഗ്രഫി പഠിക്കാം. ഇന്ന് കുറച്ച് ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഉപയോഗിച്ചൊന്ന് റിവൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. സിലബസിൽ ആദ്യം തന്നിരിക്കുന്ന കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, കേരളത്തിന്റെ ഭൂപ്രകൃതി, കേരളത്തിലെ നദികൾ, കേരളത്തിലെ കായലുകൾ, പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖങ്ങൾ, ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ പിക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന കുറച്ച് നല്ല ചോദ്യങ്ങൾ പിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എല്ലാവരും ഒരു നമുക്ക് പഠിക്കാം. സ്വാഗതം. പെട്ടെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. തെറ്റാണ് കണ്ടെത്തേണ്ടത്, ഓർക്കണം. അപ്പൊ ഒന്ന്, കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ തന്നിരിക്കുന്നു. ഇതിൽ പ്രശ്നമുണ്ടോ? ഇതിൽ പ്രശ്നമില്ല, ഇത് ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യാർകൂടം എന്ന് തന്നിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം അഗസ്ത്യാർകൂടം, അത് നമുക്ക് അറിയാലോ. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമോ ഇന്ത്യയിലെ ഇപ്പോ ഹിമാലയ പ്രദേശങ്ങൾ ഒഴിവാക്കിയാൽ, അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖല ഒഴിവാക്കിയാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ഉയരമുള്ള സ്ഥലമോ, ഉത്തരപർവ്വത മേഖല മൊത്തം ഒഴിവാക്കിയാൽ പിന്നെയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ഉയരമുള്ള സ്ഥലമോ, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമോ, സഹ്യപർവ്വതത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമോ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആനമുടിയാണ്. സോ ആനമുടിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ഭാഗമായ അഗസ്ത്യാർകൂടത്തെ തന്നാൽ അത് തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് എന്ന് പറഞ്ഞേക്കുന്നു. ഇത് ശരിയാ. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമോ ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമോ കുട്ടനാടാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2 മീറ്ററിലൊക്കെ കൂടുതൽ താഴെ കാണപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രസ്താവന 2 മാത്രമാണ് തെറ്റ്. സോ ബി ഈസ് ദ ആൻസർ. ബി ആണ്. അപ്പൊ അടിസ്ഥാന വിവരങ്ങൾ 560 എന്നൊക്കെ പറഞ്ഞ് തന്നിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ളത് താഴ്ന്ന സ്ഥലമൊക്കെ തന്നിരിക്കുന്നു. കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ ഓടിച്ചിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഈ മാറ്റം വന്ന് 2023 അവസാനമാണ്. അപ്പൊ ഈ മാറ്റത്തിന് ശേഷം ഈ ചോദ്യങ്ങളിൽ ഒത്തിരി വന്നിട്ടുണ്ട്, പല രീതിയിൽ വന്നിട്ടുണ്ട്. ഇടുക്കി ജില്ല വീണ്ടും ഏറ്റവും വലിയ ജില്ലയായത് കുട്ടമ്പുഴ വില്ലേജ്, എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിൽ നിന്നും ഇടമലക്കുടി എന്ന ഇടുക്കി ജില്ലയിലെ വില്ലേജിലേക്ക് കുറെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തു, ഭരണ സൗകര്യത്തിന് വേണ്ടി കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായത്. പണ്ട് പാലക്കാടായിരുന്നു ഏറ്റവും വലിയ ജില്ല, നിലവിൽ ഇടുക്കിയാണ് ഏറ്റവും വലിയ ജില്ല. 2ാം സ്ഥാനം ഇപ്പോൾ പാലക്കാടിനാണ്. ഇത് വലിപ്പത്തിന്റെ കാര്യത്തിലാണ് പറയുന്നത്. 2ാം സ്ഥാനം പാലക്കാട്, 3ാം സ്ഥാനം മലപ്പുറം, 4ാം സ്ഥാനം തൃശ്ശൂർ, 5ാം സ്ഥാനം എറണാകുളം. ഇങ്ങനെയാണ്. ഇടുക്കി പാലക്കാടിനെ മാറ്റിയെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഇടുക്കി പാലക്കാടിനെ മാറ്റി, 1ാം സ്ഥാനത്ത് നിന്ന് ഇടുക്കി പാലക്കാടിനെ ജസ്റ്റ് ഒന്ന് മാറ്റി. അപ്പൊ ഇടുക്കി പാലക്കാട് എല്ലാവരും ഓർത്തിരിക്കും. അതിനുശേഷം മാറ്റിയുടെ എം എടുക്കുക, അതിൽ മലപ്പുറം ഉണ്ട്. പിന്നെ മാറ്റിയുടെ ടി എടുക്കുക, അതിൽ തൃശ്ശൂരുണ്ട്. മാറ്റി എന്ന് പറയുന്നതിന് അവസാനം ഒരു ഇ എഴുതുക, അതിൽ എറണാകുളം ഉണ്ട്. അപ്പൊ ഓർഡർ നമുക്ക് കിട്ടും, ഈസി ആയിട്ട് കിട്ടിക്കോളും. ഇടുക്കി പാലക്കാടിനെ മാറ്റി അങ്ങനെയുള്ളതെന്ന് ഓർത്താൽ മതി. ഇനി ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. തീരദേശമുള്ള ജില്ലകൾ ആകെ 9 എണ്ണമാണ്. ഇന്ത്യയിൽ തീരദേശമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണവും 9 ആണ്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ തീരദേശമുള്ളത് ഏത് ജില്ലയ്ക്കാണ്? കണ്ണൂരിനാണ്. എവിടെയാണ് ഏറ്റവും കൂടുതൽ തീരദേശം ഉള്ളത്? ഏറ്റവും തീരദേശം കുറവുള്ളത്, തീരദേശം ഉള്ള ജില്ലകളിൽ ഏറ്റവും കുറവുള്ളത് അത് കൊല്ലത്തിനുമാണ്. ഇനി കേരളത്തിന്റെ ഏറ്റവും അടുത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഇവിടെ കോഴിക്കോടിനും കണ്ണൂരിനും ഇടയ്ക്കായിട്ട് ഈ ഭാഗത്ത് മാഹി ഉണ്ട്. മാഹിയാണ്. മാഹി പുതുച്ചേരി എന്ന് പറഞ്ഞ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ്. അങ്ങനെ കുറച്ച് ബേസിക് ഇൻഫോ ഒന്ന് ഓർത്തു വെക്കുക, അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ. ഇതിന്റെ കൂടെ നമ്മൾ തെക്ക് വടക്ക് നീളം 560 എന്നൊക്കെ പഠിക്കുമ്പോൾ എപ്പോഴും ഓർക്കണം, നമ്മുടെ തീരദേശ ദൈർഘ്യം അതും എപ്പോഴും ചോദിക്കാറുള്ളതാണ്. തീരദേശ ദൈർഘ്യം മാറ്റം വന്നിട്ടുണ്ട്. തീരദേശ ദൈർഘ്യം ഏകദേശം 590 കിലോമീറ്റർ ആണ്. പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിലും മറ്റും ഉള്ളത് 580 നിങ്ങൾ പഠിച്ചത് 590 ആക്കി വേണം പഠിക്കാനായിട്ട്. തീരദേശ ദൈർഘ്യം കൂടിയിരിക്കുന്നു. ഇതുപോലെ മലനാട് ഇടനാട് തീരപ്രദേശം ഈ ഡിവിഷൻ പണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മലനാട് 48%, ഇപ്പോഴും 48 തന്നെ, ഒരു കുഴപ്പമില്ല. ഇടനാട് പഠിച്ചുകൊണ്ടിരുന്നത് 42% എന്നും തീരപ്രദേശം 10% എന്നുമാണ്. പക്ഷേ പുതിയ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ PSCയുടെ പുതിയ ഉത്തര സൂചിക പ്രകാരം തീരദേശം 12% മാറിയിരിക്കുന്നു. അപ്പോൾ ഈ 42-ൽ നിന്നും 2 പോയേ പറ്റൂ. ഇടനാടിൽ നിന്നും കുറച്ച് കുറഞ്ഞാലല്ലേ തീരദേശത്തിൽ കൂടാനായിട്ട് സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പുതിയ ഇൻഫോ പഠിച്ചു വെക്കണം. അപ്പൊ പുതിയ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പുതിയ ഡാറ്റ അനുസരിച്ച് 48, 40, 12 ഇങ്ങനെയാണ് മലനാടിനെയും തീരദേശത്തിനെയും ഇടനാടിനെയും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുക. അപ്പൊ അതുകൂടെ ഓർത്തിരിക്കുക.
PSC ഓരോ തവണ ഓരോ ഉത്തരം തരാറുണ്ട്, ആ സ്വഭാവം അവർക്ക് ഉള്ളതാണ്. എന്നാൽ പോലും നമുക്ക് ചലഞ്ച് ചെയ്യാൻ ഒരു ആൻസർ കീ ഒക്കെ പുറകിൽ നമുക്ക് തെളിവായിട്ടുള്ളത് കൊണ്ട് സുഹൃത്തുക്കളെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് കറപ്പിക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്, നദികളെ കുറിച്ചുള്ള ഒരു ചോദ്യം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നമ്മൾ കണ്ടുപിടിക്കേണ്ട സുഹൃത്തുക്കളെ ശരിയായിട്ടുള്ളതാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. എല്ലാവർക്കും അറിയാം, നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യങ്ങൾ പെടുന്നതാണത്. 2. അപ്പോൾ ഒന്നുള്ള ഉത്തരേ വരുവുള്ളൂ. നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാട്ടോ. ഒന്നുള്ള ഉത്തരം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനിയുണ്ട്, ഭവാനിയുണ്ട്, പാമ്പാറുണ്ട്. ഉൾപ്പെടുന്നത് ഏതാ? ഉൾപ്പെടുന്നത് ഈ ചോദ്യം മാത്രം, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ചിലപ്പോഴൊക്കെ സമയം നമുക്ക് ഈസി ആയിട്ട് സമയം ലാഭിക്കാൻ പറ്റും. 10th പ്രിലിംസിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നിങ്ങൾ ഇതിനു മുമ്പ് മെയിൻസ് എക്സാം എഴുതി 1.5 മണിക്കൂർ സമയം കിട്ടി വിശാലമായി ഇരുന്ന് ആലോചിച്ച് ചെയ്തിരുന്ന് പോന്നിട്ട് ഇവിടെ വന്ന് ഇപ്പൊ മാത്സ് ഒക്കെ ഇത്തിരി ചെയ്യാനുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേനും അയ്യോ സമയം കിട്ടിയില്ല എന്നുള്ള പരിഭവമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ 1.25 മണിക്കൂറായിരിക്കും എക്സാം ഉണ്ടാവുക. ആ എക്സാമില് ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തോണം കേട്ടോ. ഈസി ആയിട്ടൊന്ന് ടാക്കിൾ ചെയ്ത് ആദ്യ ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും. നോക്കാം. അപ്പൊ കിഴക്കോട്ടൊരു നദികൾ കബനി, ഭവാനി, പാമ്പാർ. 2. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാറിൽ സ്ഥിതി ചെയ്യുന്നു. പെരിങ്ങൽകുത്ത് പെരി അങ്ങനെ തന്നാന്ന് തോന്നുന്നു, തെറ്റാന്ന്. പെരിങ്ങൽകുത്ത് ശരിക്കും എവിടെയാ? പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി നദിയിലാണ്. ചാലക്കുടി പെരിങ്ങൽകുത്ത് കേട്ടോ. ഇനി ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണത്. ശരിയാ. 1 ശരിയായ പിന്നെ 3 ശരിയാവണം. അങ്ങനെയാണ് ഇവിടെ ഓപ്ഷൻസ് എല്ലാം ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നീളമുള്ള നദി പെരിയാറാണ്, നമുക്കറിയാം. നീളത്തിൽ 2ാം സ്ഥാനത്തുള്ള നദിയാണ് ഭാരതപ്പുഴ. അപ്പൊ നീളം ഒന്ന് ഓർത്തു വെച്ചോണം. ഓരോ നദികളുടെയും നീളം തെറ്റിക്കാൻ പാടില്ല. ഇവരുടെ നീളങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചോണം. ഏറ്റവും നീളമുള്ള ഓർഡർ ഒന്ന് ഓർക്കുക കേട്ടോ. പെരിയാർ ഏറ്റവും നീളമുള്ളത്. 2ാമത് ഭാരതപ്പുഴയാണ്, സെക്കൻഡ് ഭാരതപ്പുഴ. 3ാമത് പമ്പയാറാണ്. 4ാമത് ചാലിയാറാണ്. 5ാമത് ചാലക്കുടിയാറാണ്. ഇവരുടെ ശരിയായ ഓർഡർ വേണമെങ്കിലും ചോദിക്കാം. 44 നദികളെയും പഠിക്കാന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. ഏറ്റവും നീളമുള്ള 5 പേരെ പഠിച്ചു വെക്കുക. 5 പേര്. പെരിയാർ ആദ്യം, പിന്നെ ഭാരതപ്പുഴ. പി ഭരതൻ എന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ പെരിയ ഭരതൻ, അല്ലെങ്കിൽ പേര് ഭരതൻ, എങ്ങനെയെങ്കിലും ഒന്ന് ആലോചിക്കുക. പേര് ഭരതൻ. ആള് പാമ്പാണെന്നോ എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ. അങ്ങനെ കണക്ഷൻ ഉണ്ടാക്കിക്കോളൂ. ആള് പാമ്പാണ്. ചാലിയാറിന്റെ തീരത്തിരുന്ന് കുടിയോടുകൂടിയാണ്. എങ്ങനെ വേണം വിചാരിച്ചോളൂ. പേര് ഭരതൻ എന്നാണ്. ആള് പാമ്പാണ്. ചാലിയാറിന്റെ തീരത്തിരുന്ന് കുടിയോടുകൂടിയാണ്. എങ്ങനെ വേണം നിങ്ങൾക്ക് വിചാരിക്കാം. അപ്പോൾ ഓർഡർ ഇങ്ങനെ ഒന്ന് കണ്ടു പഠിക്കുക. ഏറ്റവും നീളമുള്ളത് പെരിയാർ, പിന്നെ ഭാരതപ്പുഴ, പിന്നെ പമ്പ, പിന്നെ ചാലിയാർ, പിന്നെ ചാലക്കുടിയാർ. അങ്ങനെയൊക്കെയാണ്. ഇവരുടെ നീളങ്ങൾ കൂടി ഒന്ന് ഓർത്തിരുന്നാൽ വളരെ നല്ലതാണ്. നീളം ഏകദേശം നമുക്കൊന്ന് ഓർത്താൽ പെരിയാറിന് 244 കിലോമീറ്ററോളം നീളമുണ്ട്. ഭാരതപ്പുഴ 209 കിലോമീറ്ററോളം നീളമാണ്. പമ്പ 176 കിലോമീറ്ററോളം നീളം. ചാലിയാർ 169 കിലോമീറ്ററോളം നീളം. ചാലക്കുടി 145.5 കിലോമീറ്ററോളം നീളം. അപ്പൊ നീളങ്ങൾ കൂടി പഠിച്ചു വെച്ചാൽ അഡീഷണൽ ഇൻഫോ അത് നന്നായിരിക്കും. അപ്പൊ എന്തായാലും നദികളെ കുറിച്ച് പഠിക്കുന്നതിന്റെ കൂടെ കുറച്ച് നദികളിലുള്ള ജലവൈദ്യുത പദ്ധതികൾ കൂടി നോക്കുക. കല്ലട കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട. കല്ലട എന്ന് കേട്ടാൽ കല്ലട കൊള്ളാം എന്ന് ഓർക്കുക. കൊള്ളാം എന്നല്ല, ശരിക്കും കല്ലട കൊല്ലം എന്ന് ഓർക്കുക. അപ്പോൾ കല്ലട കൊല്ലം ജില്ലയിലാണ്. കല്ലടയാറിലോ അല്ലെങ്കിൽ പരപ്പാറിലാന്ന് പറയാം. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റിന്റെ ബേസിലാണ് പരപ്പാർ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. പരപ്പാറിലാണ്. പരപ്പാർ കല്ലടയാർ ആ പ്രാദേശികമായി ഈ ഡാം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് അറിയപ്പെടുന്ന പേരാണ്. അപ്പൊ പരപ്പാർ അല്ലെങ്കിൽ കല്ലടയാർ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റും. ഓക്കെ. ശബരിഗിരി പദ്ധതി. ശബരിന്ന് കേൾക്കുമ്പോഴേ ശബരിമല, പത്തനംതിട്ട ആലോചിച്ചോണം. പമ്പയാറ് നമുക്കറിയാം. പമ്പയിൽ കുളിച്ചു മുങ്ങിയാണല്ലോ നമ്മൾ പോവാ. അപ്പൊ പമ്പ, കക്കി, കക്കാട് ഈ പദ്ധതികളൊക്കെ കേൾക്കുമ്പോൾ പത്തനംതിട്ട ഓർക്കണം കേട്ടോ. പമ്പ, കക്കി, കക്കാട് പദ്ധതികളൊക്കെ കേൾക്കുമ്പോൾ പത്തനംതിട്ട ഓർക്കുക. ശബരിഗിരി പത്തനംതിട്ട, നദി പമ്പ. ഇടുക്കി പദ്ധതി. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ശരിക്കും പെരിയാറിലാണ്. ഈ പറയുന്ന പെരിയാറ്, മുതിരപ്പുഴ, നോക്കിയേ, പെരിയാറ്, മുതിരപ്പുഴ, വീണ്ടും മുതിരപ്പുഴ, പന്നിയാറ്, മുതിരപ്പുഴ, പന്നിയാറ്, ഇതെല്ലാം പെരിയാറിന്റെ പോഷക നദിയാ. പെരിയാറിന്റെ പോഷക നദിയാണ് മുതിരപ്പുഴ. പെരിയാറിന്റെ പോഷക നദിയാണ് പന്നിയാർ. നോക്കി, ഇടുക്കി പദ്ധതി പെരിയാറിലാണ്. ഇടുക്കി ജില്ല എല്ലാവർക്കും അറിയാം. ചെങ്കുളം കേരളത്തിലെ രണ്ടാമതായി വന്ന ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം. മുതിരപ്പുഴയാറിലാണ്, ഇടുക്കി ജില്ലയിലാണ്. പള്ളിവാസൽ കേരളത്തിൽ ആദ്യമായി വന്ന ജലവൈദ്യുത പദ്ധതിയാണ്. സ്ഥിരം ചോദിക്കുന്നതാണ്. മുതിരപ്പുഴയിലാണ്, ഇടുക്കിയിലാണ്. പൊന്മുടി സുഖവാസ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലാണ്. പൊന്മുടി സുഖവാസ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ പൊന്മുടി
ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കിയിൽ പന്നിയാറിലാണ് ശരിക്കും പൊന്മുടി ഡാം ഉള്ളത്. മാട്ടുപ്പെട്ടി ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ കോൺക്രീറ്റ് അണക്കെട്ടാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് മാട്ടുപ്പെട്ടിയാണ്. മുതിരപ്പുഴയാറിലാണ്, മൂന്നാറിനടുത്താണ്, ഇടുക്കിയിലാണ്, എല്ലാം ടൂർ പോകുന്നൊക്കെയാണ്. കുത്തുങ്കൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ്. സ്വകാര്യ മേഖലയിൽ ആദ്യമായി വന്നത് എന്ത് പരിപാടി തുടങ്ങിയാലും മണിയടിച്ച് ആരംഭിക്കുക. അപ്പൊ അങ്ങനെ മണിയാറിനെ ഓർക്കുക. സ്വകാര്യ മേഖലയിലെ ആദ്യത്തേത് മണിയാറും സ്വകാര്യ മേഖലയിലെ വലുത് കുത്തുങ്കലുമാണ്. പന്നിയാറിലാണ്. ഇതും പെരിയാറിന്റെ പോഷക നദിയാണ്. ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ കുറെ ജലവൈദ്യുത പദ്ധതികളെ അല്ലെങ്കിൽ കുറച്ച് ഡാമുകളെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ചാലക്കുടി നദിയിൽ രണ്ടുപേരെ ഓർക്കുക. ഇപ്പൊ ചോദ്യത്തിൽ വന്ന പെരിങ്ങൽകുത്ത്, മറ്റൊന്ന് ഷോളയാർ. തൃശ്ശൂരാണ്. ഷോളയാറ്, പെരിങ്ങൽകുത്ത്, ചാലക്കുടിയിൽ ഓർത്തിരിക്കുക. ഇനി കുറ്റ്യാടി നദിയിലാണ്. കക്കയം ഡാമൊക്കെ ചോദിച്ചാലും കുറ്റ്യാടിയാണ്. കുറ്റ്യാടി എന്ന പേരിൽ ജലവൈദ്യുത പദ്ധതി, ജലസേചന പദ്ധതി ഉണ്ട്. കുറ്റ്യാടിയുടെ പ്രധാന ജലവൈദ്യുത പദ്ധതിയാണ് കക്കയം ഡാമിൽ അല്ലെങ്കിൽ ആ പരിസരത്തുള്ളത്. കുറ്റ്യാടി എന്ന് പറയുന്നത് പെരുവണ്ണാമൂഴി ഡാമാണ്. പെരുവണ്ണാമൂഴി ഒരു ജലസേചന പദ്ധതിയാണ്. എന്തായാലും കുറ്റ്യാടി തന്നെ കോഴിക്കോട്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി, ഓർത്തിരിക്കുക. അപ്പൊ കുറച്ച് അണക്കെട്ടുകൾ, കുറച്ച് നദികൾ, ടേബിൾ പ്രയോജനകരമാവട്ടെ നോക്കുക. ഈ ടേബിൾ PDF കിട്ടുമ്പോൾ ഒരു സൈഡിൽ ഒന്ന് മറച്ചു വെച്ചിട്ട് അങ്ങനെ സൈഡിൽ പറയാൻ പറ്റുന്നുണ്ടോന്നൊക്കെ ഒന്ന് ആലോചിച്ചു. അങ്ങനെയാണ് നമ്മൾ റിവൈസ് ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന് അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. കേരളത്തിലെ വൈദ്യുത ഉൽപാദനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൈദ്യുത ഉൽപാദന സ്രോതസ് എന്ന് പറയുന്നത് ജലമാണെന്ന് പറഞ്ഞേക്കുന്നു. ശരിയാ, ജലവൈദ്യുത പദ്ധതി ഇവിടെ കൂടുതലുള്ളത്. കേരളത്തിൽ പിന്നെയുള്ളത് താപവൈദ്യുത ഉണ്ട്. താപവൈദ്യുത പദ്ധതി ഉണ്ട്, സോളാർ ഉണ്ട്, കാറ്റിനെ ആശ്രയിക്കുന്ന പദ്ധതിയുണ്ട്. ഇതൊക്കെ നമുക്കുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ഇപ്പൊ പറഞ്ഞുള്ളൂ, ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. ഇടുക്കിയുടെ കുറച്ച് പോയിന്റുകൾ പ്രധാനമായി നിങ്ങൾ ഓർത്തിരിക്കണം. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. ഏറ്റവും വലിയ ജലസംഭരണി ഉള്ളത് എവിടെയാന്ന് ചോദിച്ചാൽ ഇടുക്കിയിലാണ്. ഏറ്റവും ഉയരമുള്ളത് ഏത് ഡാമിനാന്ന് ചോദിച്ചാൽ അത് ഇടുക്കി ഡാമിനാണ്. ഏറ്റവും ഉയരമുള്ള ഡാം നമുക്ക് പറയാൻ പറ്റുന്നത് ഇടുക്കി ഡാമാണ്. ഏറ്റവും ഉയരമുള്ള ഡാം ഇടുക്കി ഡാം പറയാം. ഏറ്റവും വലിയ ഡാം എന്ന് ചോദിച്ചാൽ പൊതുവെ മലമ്പുഴ പറയാറുണ്ട് എങ്കിലും നീളത്തിലാണ് മലമ്പുഴ മുമ്പിലുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. വലുതെന്നും പറഞ്ഞിട്ട് ജനറലി നമ്മൾ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ PSC ഈയിടെ മാറ്റി കറക്റ്റ് ഉത്തരം തന്നു. PSC ഈയിടെ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം ഏറ്റവും വലിയ ഡാം പക്ക തന്നിട്ടുണ്ട്, ഇടുക്കി തന്നെയാണ്. അപ്പൊ ഏറ്റവും വലിയ ജലസംഭരണി, ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, ഏറ്റവും വലിയ ഡാം, ഏറ്റവും ഉയരമുള്ള ഡാം, ഇതെല്ലാം ഇടുക്കിയാണ്. ഇടുക്കി കാനഡയുടെ സഹായത്തോടെ വന്ന പദ്ധതിയാണ് ഇടുക്കി എന്നുള്ളത് ഓർത്തിരിക്കുക. 1976 രാജ്യത്തിന് സമർപ്പിച്ചത്. അത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ചുരുക്കം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെങ്കിലും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ എല്ലാം ശരിയാണ്. പ്രധാന സ്രോതസ് ജലമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇതാണ്. രണ്ടാമത് വലിപ്പത്തിൽ ജലവൈദ്യുതിയുടെ ഉൽപാദനത്തിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ ഒന്നാം സ്ഥാനത്ത് എടുക്കുകയാണെങ്കിൽ രണ്ടാമതുള്ളത് ശബരിഗിരി പദ്ധതിയാണ്. അപ്പോൾ വലിപ്പത്തിൽ രണ്ടാമത് ശബരിഗിരി അല്ലെങ്കിൽ ഉൽപാദനക്ഷമതയിൽ രണ്ടാമത് ശബരിഗിരിയും വന്ന ഓർഡർ അനുസരിച്ച് ഒന്നാമത് പള്ളിവാസൽ, പിന്നെ രണ്ടാമത് ചെങ്കുളം. അപ്പൊ വന്ന ഓർഡറും വലിപ്പത്തിന്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ സൈസും മാറിപ്പോകരുത്, ഓർത്തിരുന്നോണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. നോക്കാം. ശാസ്താംകോട്ട കായൽ. അപ്പൊ ഇവിടെ ആദ്യം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ശരിയല്ലാത്തവ. കേരളത്തിൽ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. ശാസ്താംകോട്ട കൊല്ലം പക്ക. ശാസ്താംകോട്ടയെ നമ്മൾ ശുദ്ധജല തടാകമായിട്ടാണ് പരിഗണിക്കുന്നത്. ഏറ്റവും വലിയ കേരളത്തിലെ ശുദ്ധജല തടാകമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് സുഹൃത്തുക്കളെ ശാസ്താംകോട്ടയാണ്. ഏറ്റവും വലിയ നമ്മുടെ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ എന്ന് പറഞ്ഞേക്കുന്നു. തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലാണ് ശരിക്കും ഉത്തരം വരേണ്ടത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കായൽ അല്ലെങ്കിൽ ഏറ്റവും നീളമുള്ള ഇന്ത്യയിലെ തടാകം എന്നൊക്കെ ചോദിച്ചാൽ അത് വേമ്പനാട് കായലാണ് ഉത്തരം വരിക. അഷ്ടമുടിക്കായലിന്റെ ചോദ്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് കായലുകളുടെ കവാടം എന്ന വിശേഷണമുള്ളത്. കായലുകളുടെ കവാടം അല്ലെങ്കിൽ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്ന് പറയും. അങ്ങനെ വിശേഷണമുള്ളത് അഷ്ടമുടിക്കായലിനാണ്. അഷ്ടമുടിക്കായലിന്റെ ഒരു വിശേഷണമാണ്. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് അഷ്ടമുടിക്കുള്ളത്. ഒന്നാമത് വേമ്പനാടാണെങ്കിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുണ്ട്. ഇനി സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലാണ് എല്ലാ കായലും സ്ഥിതി ചെയ്യുക. ചോദ്യത്തിൽ ഈ സ്റ്റേറ്റ്മെന്റിൽ അല്പം പ്രശ്നമുണ്ട്, എന്നാലും നമുക്ക് പഠിക്കേണ്ട കാര്യം മാത്രം എക്സ്ട്രാക്ട് ചെയ്തൊന്ന് എടുക്കുക.
സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ എന്ന് വേണം ഇവിടെ വരാൻ. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ശരിയല്ലാത്ത ഇവിടെ 2 മാത്രം ബി ആണ്. ഈ സമുദ്രനിരപ്പിന് ഉയരത്തിലാണ് എല്ലാം ഈ അത്യാവശ്യം എന്താ പറയാ ബാക്കിയുള്ള തടാകങ്ങളും കായലുകളും ഒക്കെ ഒന്ന് സ്ഥിതി ചെയ്യുക. എല്ലാം താഴെന്ന് പറയാൻ പറ്റത്തില്ല, സമുദ്രനിരപ്പിന് താഴെ വേമ്പനാട് കായലിന് കുറെ ഭാഗങ്ങളുണ്ട്, ഈ പറഞ്ഞ അഷ്ടമുടിക്കായലിന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാ തടാകങ്ങളും അങ്ങനെയാണെന്നൊന്നും നമുക്ക് ഇവിടെ അവകാശപ്പെടാനായിട്ട് സാധിക്കത്തില്ല. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വലിയൊരു തടാകമാണ് പൂക്കോട് എന്ന് പറയുന്നത്. പൂക്കോട് വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ആയിക്കോട്ടെ. അപ്പൊ ഇതിനെ കായൽ എന്നങ്ങനെ വിശേഷിപ്പിക്കാറില്ല, പക്ഷെ ഇവിടെ കായലിന് വിശേഷണം വന്നിരിക്കുന്നു. അപ്പൊ കായല് തടാകം അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പക്കാ നിങ്ങൾ ഇങ്ങനെ നോക്കണമെന്ന് പോലും ഇല്ല. ഇപ്പൊ ചിലപ്പോൾ പൂക്കോട് കായലിന് കണ്ടെന്ന് വരാം, ചിലപ്പോൾ പൂക്കോട് തടാകന്ന് കണ്ടെന്ന് വരാം, ചിലപ്പോൾ വെള്ളായണി തടാകന്ന് കണ്ടെന്ന് വരാം, വെള്ളായണി കായലിന് കണ്ടെന്ന് വരാം, ചിലപ്പോൾ ശാസ്താംകോട്ട കായലിന് കണ്ടെന്ന് വരാം, ചിലപ്പോൾ ശാസ്താംകോട്ട തടാകന്ന് കണ്ടെന്ന് വരാം. നിങ്ങൾ അങ്ങനെ വലിയ ഡിഫറൻഷിയേഷനിലേക്ക് ഇപ്പൊ പോകണ്ട. ഓക്കെ, ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അതിന് മുമ്പ് ഷേപ്പ് വെച്ചും ഈയിടെ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ കാണുന്ന ശാസ്താംകോട്ടയാണ്. ഈ ഷേപ്പ് കണ്ട് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ചെരിഞ്ഞൊക്കെ നോക്കിയാൽ ഒരു എഫ് പോലെ നമുക്ക് ഒപ്പിക്കാം, അല്ലെ എഫ് തിരിച്ചിട്ടേക്കുന്ന പോലെ ഒപ്പിക്കാം, അല്ലെങ്കിൽ ഒരു ഇ ഇല്ല. കൂടുതലും നമുക്ക് ഒരു വിധത്തിൽ ഒപ്പിക്കാൻ പറ്റുന്ന എഫ് ആയതുകൊണ്ട് എഫ് ആകൃതിയിൽ കാണപ്പെടുന്നത് ശാസ്താംകോട്ട തടാകമാണ്. അത് ഉറപ്പിച്ചു പഠിച്ചോളുക. അടുത്ത് നോക്കിയ അഷ്ടമുടിയായത്. അഷ്ടമുടി കണ്ടാൽ നോക്കി, അഷ്ടമുടിയുടെ ഒരു കൈ ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഒരു മുടി ഇത്, ഒരു മുടി ഇങ്ങോട്ട്, ഒരു മുടി ഇത്, ഒരു മുടി ഇത്, ഒരു മുടി ഇത്, ഇങ്ങനെ 4 2 6 ആയില്ലേ. പിന്നെ 7 8 മുടികളായി, 8 ബ്രാഞ്ചുകളായി, അല്ലെങ്കിൽ പനയോലയുടെ ആകൃതി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. പല രീതിയിലാ പറയാ. പനയോല പോലെ, അല്ലെങ്കിൽ 8 കാലുള്ള മറ്റേ നീരാളി ഇല്ലേ, അതിന് 8 കാലം എന്നൊക്കെ പറഞ്ഞ പോലെ നീരാളിയുടെ ആകൃതിയിൽ, അല്ലെങ്കിൽ 8 ശിഖരങ്ങൾ, 8 മുടികളായി കാണപ്പെടുന്ന അഷ്ടമുടിയാണ് പൂക്കോട്. കണ്ടു കഴിഞ്ഞാൽ ഞാനൊക്കെ പഠിപ്പിക്കുമ്പോൾ വരയ്ക്കുന്ന ഇന്ത്യ മാപ്പൊക്കെ പോലെ തോന്നുന്നില്ല, ഒരു വൃത്തിയില്ലാത്ത മാപ്പ്. ഏകദേശം ഇന്ത്യയുടെ മാപ്പിനോട് സാദൃശ്യമുള്ളതാണ്. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യ ഭൂപടത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് പൂക്കോട് കായൽ അല്ലെങ്കിൽ പൂക്കോട് തടാകമാണ്. സമുദ്രനിരപ്പിൽ നിന്നൊക്കെ ഉയരത്തിൽ വയനാട് നല്ല ഉയരമല്ല, അത്യാവശ്യം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഇനി നല്ല ഉയരത്തിൽ കാണപ്പെടുന്ന വേറൊരു തടാകമുണ്ട്. ഈ തടാകത്തിന്റെ ആകൃതി കാണുമ്പോൾ പറയാം ഒരു ഹേർട്ട് ഷേപ്പാണ്. ഹൃദയത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകം എവിടെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. +2 ലെവലിൽ ബീറ്റ് ഫോറസ്റ്റിനൊക്കെ നേരത്തെ ചോദ്യം. അപ്പോൾ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഉള്ളത് ചെമ്പ്ര കൊടുമുടിയുടെ മുകളിലാണ്, അല്ലെങ്കിൽ മേപ്പാടിയിലാണ്. മേപ്പാടി എന്നായിരുന്നു തന്നിരുന്നത്, ചെമ്പ്ര മേപ്പാടി ആ ഭാഗം ഒന്ന് ഓർത്തിരിക്കുക. കായലുകളുടെ ഷേപ്പ് വെച്ച് വേണമെങ്കിൽ ചോദ്യം വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കൊല്ലത്തെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട, ഭൂപ്രകൃതിയിൽ ചുരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം അത് ഏതാണ്? ചുരമാണ് താമരശ്ശേരി ചുരം തന്നിട്ടുണ്ട്. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണോ താമരശ്ശേരി ചുരം? അല്ല, താമരശ്ശേരി വടക്ക് മുത്തശ്ശി നമുക്കറിയാം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാന്ന് പറയുന്നു. പക്ക. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. ഇതുപോലെ മാറിപ്പോവാതെ ഓർക്കണം. വയനാട് ചുരം എന്ന് പറഞ്ഞാലും ജില്ല കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിലാണ് ചുരമുള്ളത്. അത് കഴിഞ്ഞാലേ വയനാട് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇനി രണ്ടാമത് വേറൊരു കാര്യം കൂടെ. കുതിരാൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പാലക്കാട് എന്ന് ചിന്തിക്കാറുണ്ട്. കുതിരാൻ ടണൽ എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏതാന്ന് ചോദിച്ചാൽ കുതിരാനാണ്. സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ഈ ഫാക്ടേഴ്സ് ഒരു അല്പം കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വയനാട് ചുരം എന്ന് പറഞ്ഞാൽ വയനാട്ടിലല്ല, കുതിരാൻ എന്ന് പറഞ്ഞാൽ പാലക്കാടും അല്ല, ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതെന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ചുരം. വളരെ ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. 2 3 ശരിയാണ്. ഉത്തരം ബി ആണ്. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന താമരശ്ശേരിയാണോ? താമരശ്ശേരി അല്ല. അതിന് പകരം നിങ്ങൾ പറയേണ്ടത് ആര്യങ്കാവ് ചുരമെന്നാണ്, അല്ലെങ്കിൽ അച്ഛൻ കോവിൽ ചുരമെന്നാണ്. ഈ 2 പേരും ഒന്ന് തന്നെയാണ് സുഹൃത്തുക്കളെ, രണ്ടും ഒന്ന് തന്നെ. ആര്യങ്കാവ്, അച്ഛൻകോവിൽ, ഇത് രണ്ടും ഒന്നാണ്. ഇതുവഴി ഒരു ദേശീയപാത കൂടി കടന്നു പോകുന്നുണ്ട്. ആ ദേശീയപാതയും ജസ്റ്റ് ഒന്ന് ഓർക്കുക, NH 744 ആ ദേശീയപാത. ഇനി കേരളത്തിന്റെ മാപ്പ് ഇതാണെങ്കിൽ, കേരളത്തിന്റെ ഈ മാപ്പിൽ പ്രധാന ചുരങ്ങളെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും വടക്ക് ഭാഗത്തുള്ള ചുരം ആലട്ടി, കാസർഗോഡ് ജില്ലയിൽ ആലട്ടി. കണ്ണൂർ ഭാഗത്ത് പ്രധാനമായും പേരമ്പാടി, കണ്ണൂര് കൂർഗ് കണക്ഷനാണ് പേരമ്പാടി. അതിനുശേഷം കണ്ണൂരിനെയും വയനാടിനെയും കണക്ട് ചെയ്ത് പാൽ ചുരം. പിന്നെ ഇവിടുന്ന് മാനന്തവാടി ടു മൈസൂർ വേണമെങ്കിൽ പെരിയ ചുരം പറയാം. താമരശ്ശേരി കണക്ട് ചെയ്യുന്ന നമ്മുടെ കോഴിക്കോടിനെയും വയനാടിനെയാണ്. അതുവഴി വേണേൽ മൈസൂർ വരെയൊക്കെ പോവാം. ഇതെങ്ങനെ പോവാം. ഇനി മലപ്പുറം ജില്ലയിൽ നാടുകാണി ചുരം. ഇത് ഗൂഡല്ലൂർ നിലമ്പൂർ നിന്ന് ഗൂഡല്ലൂർ തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള ചുരമാണ് ശരിക്കും നാടുകാണി.
പാലക്കാട് കോയമ്പത്തൂർ കണക്ഷൻ. ഇവിടെ താമരശ്ശേരി ചുരത്തിൽ NH 766 ഉണ്ട്, ഓർത്തിരിക്കുക. ഇവിടെ നിന്ന് 66 ഉണ്ടാക്കിയെടുത്ത കഴിഞ്ഞ യൂട്യൂബ് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ട, കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ട, അവിടെ എല്ലാ ദേശീയപാതകളെയും നമ്മൾ പക്ക മാപ്പ് ചെയ്ത്, അപ്പൊ കൂടുതൽ പറയുന്നില്ല. NH 766 ഇവിടെ. പാലക്കാട് ചുരത്തിലൂടെ NH 544. ഇനി ബോഡിനായക്കന്നൂർ ഇടുക്കി ജില്ലയിലെ ചുരമാണ്. ഇത് ഇടുക്കിയെയും മധുരയും ബന്ധിപ്പിക്കുന്ന ചുരമാകുന്നു. ബോഡിനായക്കന്നൂരിലൂടെ NH 85 കടന്നു പോകുന്നു. ഇനി കമ്പം ചുരമുണ്ട്, ഇടുക്കി ജില്ലയിൽ തന്നെ മറ്റൊരു ചുരമാണ് കമ്പം ചുരം. അതിൽ NH 183 പാസ് ചെയ്യുന്നു. കമ്പം കുമളി കണക്ഷനാണ്, കുമളിയിൽ നിന്ന് കമ്പത്തിലേക്ക് പോകാനുള്ള കണക്ഷനാണ്. മുന്തിരിപ്പാടമൊക്കെ കാണാനൊക്കെ ഈ വഴിക്ക് പോയാലൊക്കെ പറ്റും. ഇനി ആര്യങ്കാവ് ചുരം, ഇതാണ് ഇപ്പൊ പറഞ്ഞ അച്ചൻകോവിൽ ചുരം അല്ലെങ്കിൽ ആര്യങ്കാവ് ചുരം. കൊല്ലത്തുനിന്ന് നമ്മൾ തെങ്കാശി കൊല്ലൂർ ആ ഭാഗത്തേക്കുള്ള കണക്ഷനാണ്. അരുൾവാമൊഴി ചുരം അല്ലെങ്കിൽ അരുവാമൊഴി ചുരം കേരളത്തിൽ നിന്ന്, പിന്നെ കേരളത്തിലല്ല ശരിക്കും ഈ ചുരം, തമിഴ്നാട്ടിലാണ്. പക്ഷെ കേരളത്തിൽ നിന്ന് നമ്മൾ തിരുനെൽവേലി പോകുന്ന വഴിക്കാണ് അരുവാമൊഴി ചുരം. സഹ്യപർവ്വതത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ചുരമാണ് അരുവാമൊഴി ചുരം. അരുവാമൊഴി ചുരത്തിന്റെ മറ്റൊരു പേരാണ് ആറമ്പാടി. പേരമ്പാടി കണ്ണൂരാണെങ്കിൽ ആറമ്പാടി അരുവാമൊഴിയാണ്. ആറമ്പാടി എന്നോ ആറംബോളി എന്നൊക്കെ വിളിക്കാറുണ്ട്. ആറംബോളി പാസ് എന്നൊക്കെ വിളിച്ചാലും ആറമ്പാടി പാസ് തന്നെയാണ്, അത് അരുവാമൊഴി ചുരമാണ്. ഒറ്റ ചോദ്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞേക്കുന്നത്. നീണ്ടകര തിരുവനന്തപുരം. ശരിയാണോ? തെറ്റല്ലേ. നീണ്ടകര എവിടെയാ? നീണ്ടകര കൊല്ലത്താണ്. ഇത് അഷ്ടമുടിക്കായലിന്റെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമായിട്ട് പരിഗണിക്കുന്നതാണ് നീണ്ടകര. ഇൻഡോ നോർവീജിയൻ ഒരു കമ്മ്യൂണിറ്റി ഫിഷറീസ് പ്രോജക്റ്റ് ഒക്കെ വന്നത് ഇവിടെയാണ്. ഇതൊക്കെ സ്ഥിരം ചോദ്യങ്ങളാണ്, നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇതെന്തായാലും തിരുവനന്തപുരം ജില്ലയല്ല. അഴീക്കൽ കണ്ണൂർ ശരിയാ, പക്ഷെ ഇത് മാത്രമാണോ ശരി? അഴീക്കൽ പല സ്ഥലത്തും ഉണ്ട്. ഇപ്പൊ വലിയഴീക്കൽ എന്ന് പറഞ്ഞ ആലപ്പുഴ ഭാഗത്ത്, അഴീക്കൽ എന്ന് പറഞ്ഞ അതേ പേരിൽ കൊല്ലത്തൊക്കെ ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്. ഇത് ശരിയാണ്, പക്ഷെ വേറെ പല ശരികളും ഉണ്ട്. 3 പൊന്നാനി മലപ്പുറം. ശരിയാണ്. ഭാരതപ്പുഴ വന്ന് അറബിക്കടലിനോട് ചേരുന്ന ഭാഗത്താണ് പൊന്നാനി കടപ്പുറം ഒക്കെ ഉള്ളത്. ഓക്കെ, അത് ശരിയാണ്. പൊന്നാനി. കായംകുളം എറണാകുളം. തെറ്റല്ലേ. കായംകുളം എവിടെയാ? ആലപ്പുഴയിലല്ലേ വരിക? ആലപ്പുഴയിലാണ് കായംകുളം വരിക, അപ്പൊ അതും തെറ്റാ. 2ഉം 3ഉം ശരി. ഇത് ശരിയായിട്ടും ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ PC ശരിക്കും കളഞ്ഞു. ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം അഴീക്കലിന്റെ കേസാ. അഴീക്കല് കൊല്ലം ജില്ലയിലുണ്ട്. അപ്പൊ പല സ്ഥലത്തും ഒരു നദി വന്ന് കടലിനോട് ചേരുന്ന ഭാഗത്തെ അഴിമുഖം എന്ന് വിളിക്കുക. ഇപ്പൊ ഈ അഴിമുഖത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്ഥലം ഒക്കെ ഡെവലപ്പ് ചെയ്തൊരു ഹാർബർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് അഴീക്കൽ എന്നാണ് വിളിക്കുക. അങ്ങനെ അഴീക്കൽ പല സ്ഥലത്തും ഉണ്ട്. ആ ഒരു പ്രശ്നം കാരണം പോയി. എന്നാലും കേരളത്തിലെ കുറച്ച് മത്സ്യബന്ധന കേന്ദ്രങ്ങൾ ഓരോന്നും ഉള്ളത് എവിടെയൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. അഴീക്കൽ പ്രധാനമായിട്ടും കണ്ണൂർ പറയാം, ശരിയാണ്. പിന്നെ കോഴിക്കോട് കണ്ണൂർ അതിർത്തിയാണ് ശരിക്കും. ആ ഭാഗത്ത് നമുക്ക് ചൊമ്പലുണ്ട്, അത്ര ഫേമസ് അല്ല, എന്നാലും പുതിയാപ്പയൊക്കെ ഫേമസ് ആണ്. നോക്കുക, പുതിയാപ്പ കോഴിക്കോട് ഫേമസ് ആണ്. ബേപ്പൂർ ഇവിടെ വാട്ടർ ഫെസ്റ്റ് ഒക്കെ ഇവിടെ നടന്നായിരുന്നു. ഇപ്പൊ വാട്ടർ ഫെസ്റ്റ്, ഈ പറഞ്ഞ ബേപ്പൂർ തുറമുഖം, ഇതൊക്കെ വളരെ ഫേമസ് ആണ്. ഇനി പൊന്നാനി ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ഇനി തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് ചാവക്കാടൊക്കെ പ്രധാനമായിട്ടും പറയാം. ചാവക്കാടൊക്കെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളതാണ്. ചാവക്കാട് കടപ്പുറം ഒക്കെ ഓർത്തിരിക്കുക. പിന്നെ പറയാനുള്ളത് നമ്മുടെ മുനമ്പം ഭാഗം. മുനമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയുടെ, തൃശ്ശൂർ കഴിഞ്ഞ് എറണാകുളം ജില്ല തുടങ്ങുന്ന ഭാഗത്താണ് മുനമ്പം. പിന്നെ ഇവിടെ നമുക്ക് വൈപ്പിൻ ഓർത്തിരിക്കാവുന്നതാണ്. പിന്നെ വേണമെങ്കിൽ ചെറായി ഇവിടെ നമുക്ക് ഓർത്തിരിക്കാവുന്നതാണ്. പിന്നെ പറയാം ഏറ്റവും തെക്ക് ഭാഗത്ത്, ആലപ്പുഴ ജില്ല തുടങ്ങുന്ന ഭാഗത്ത് കൊച്ചിയിൽ ചെല്ലാനം ഉണ്ട്. ചെല്ലാനം ഹാർബർ ഫേമസ് ആണ്. പിന്നെ ആലപ്പുഴയിൽ അർത്തുങ്കൽ പള്ളിയൊക്കെ ഫേമസ് ആണ്. അർത്തുങ്കൽ, ചെത്തി, പിന്നെ തോട്ടപ്പള്ളിയൊക്കെ ഓർക്കാം. വലിയഴീക്കൽ ആലപ്പുഴയാണ്. കായംകുളം ആലപ്പുഴയാണ്, ഓർത്തിരിക്കുക. ഇനി കൊല്ലത്തേക്ക് വരുമ്പോൾ തങ്കശ്ശേരി ഉണ്ട്, നീണ്ടകരയുണ്ട്. ഫേമസ് ആയിട്ടുള്ള തങ്കശ്ശേരി, നീണ്ടകര, ഇവിടെ ഉണ്ട് ഒരു അഴീക്കൽ, ഇതൊക്കെ ഓർക്കാം. ഇനി തിരുവനന്തപുരം ജില്ല മുതലപ്പൊഴി, ഏറ്റവും കൂടുതൽ അപകടങ്ങളൊക്കെ ഉണ്ടായി വാർത്തകളിൽ സ്ഥിരം കേൾക്കുന്ന മുതലപ്പൊഴി. പൂന്തുറയുണ്ട്, വിഴിഞ്ഞമുണ്ട്, പൂവാറുണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ട തിരുവനന്തപുരം ജില്ലയിലെ മത്സ്യബന്ധന ഹാർബറുകളാണ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. ചേരുമ്പടി ചേർക്കാൻ ഇനിയും വേറെ ആൾക്കാരെയൊക്കെ വെച്ച് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ കുറച്ചു ഭാഗം നമ്മൾ നല്ലപോലെ ഒന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിച്ചാണ്. നിങ്ങൾ നല്ലപോലെ നോക്കിയിട്ട് പോവുക. സമയം മാനേജ് ചെയ്യുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. ചോദ്യങ്ങൾ അല്പം സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളുള്ളൂ. വലിയ പാടുള്ള എക്സാം ആണെന്ന് ചോദിച്ചാലല്ല, സമയം ഒന്ന് ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് പഠിച്ചോളൂ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഈ വർഷം അടിപൊളിയാവട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.